കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ബജറ്റ് നിർദ്ദേശങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് വിദേശ സർവകലാശാല യൂണിവേഴ്സിറ്റികളെ കേരളത്തിലോട്ട് വളരെയധികം പ്രോത്സാഹനം, അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കുക എന്ന രീതിയിൽ കേരളത്തിൽ കൊണ്ടുവന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. അതായത് അതാണ് പോളിസിയുടെ പ്രധാനമായിട്ടുള്ള ഭാഗം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ വിദേശ സർവകലാശാലകളെ ഇന്ത്യയിൽ എവിടെയും ഓപ്പറേറ്റ് ചെയ്യുവാനുള്ള അനുമതി ഇന്ന് വരെ കൊടുത്തിട്ടില്ല. അതിൻ്റെ പെൻഡിങ് ഡിസ്കഷനും ചർച്ചകളും ഒക്കെ കഴിഞ്ഞവിടെ ഇരിക്കുകയാണ്. പക്ഷെ അത് സൈൻ ചെയ്തിട്ടില്ല. ഈ കണ്ടീഷനിലാണ് കേരളത്തിൽ അതിനൊക്കെ മുന്നോടിയായിട്ട് കേരള ഗവൺമെൻറ് ഈ പോളിസി ചേഞ്ച് മാറ്റുന്നത്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും പറയുന്നുണ്ട് ഇടതുപക്ഷ സർക്കാർ പല രീതിയിലാണ് ഇതിനെ വിദ്യാഭ്യാസത്തെ നോക്കിക്കണ്ടത്. അതേപോലെ തന്നെ ഇവരുടെ വിദേശ സർവകലാശാലയ്ക്കെതിരെയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്കെതിരെയും അതിശക്തമായി പോരാടി. അതിൻ്റെ ഇത് പുഷ്പൻ്റെ കേസും അത് ഇതൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിൽ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത്. ഞാൻ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം നിങ്ങളും കൂടെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മൻമോഹൻ സിംഗിൻ്റെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത്, അതായത് PV നരസിംഹ റാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യയിൽ റിഫോംസ് കൊണ്ടും LPG റിഫോംസ് എന്നത് പറയുന്നത്, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അന്ന് ഏറ്റവും കൂടുതൽ ഇതിനെ എതിർത്തത് ആര്? ഈ പറയുന്ന ഇടതുപക്ഷം എല്ലാ രീതിയിലും എതിർത്തു. കാരണം നെഹ്റുവിയൻ പോളിസി മാറ്റിയിട്ട് ഇത് പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതായത് റിഫോംസിലോട്ട്, അതായിരുന്നു മൻമോഹൻ സിംഗും നരസിംഹ റാവുവും കൊണ്ടുവന്ന റിഫോംസ്. അന്ന് മുതൽ കേരളത്തിൽ ഇതിനെതിരെ പറയുകയാണ്. അതിൻ്റെ പേരിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ പുറകോട്ട് പോയി. ഇതാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിന് കൊടുത്ത സംഭാവന നമ്പർ 1. ഇത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. ഒരു രാജ്യം ഒരു പോളിസി ഡിസിഷൻ എടുക്കുന്നു, അതും വളരെ ക്രൂഷ്യലായിട്ടുള്ള പോളിസി ഡിസിഷനാണ്. അതായത് ഈ ലിബറലൈസേഷൻ, അതായത് റിഫോംസ് പോളിസി കൊണ്ട് ഇന്ത്യയിലുണ്ടായ മാറ്റമെന്ന് പറയുന്നത് ഏകദേശം 200 മില്യന് പുറത്ത് ജനങ്ങളുടെ പട്ടിണി മാറിയെന്ന് എല്ലാ ഡേറ്റയും വെച്ച് പറയുന്നുണ്ട്. അപ്പം കേരളം അതിനെ പൂർണ്ണമായിട്ട് എതിർത്തു. ഇപ്പം ഈ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് നാച്ചുറലായിട്ട് എഡ്യൂക്കേഷൻ പോളിസി മാറും. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ കർണാടക സ്റ്റാർട്ട് ചെയ്തു. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിലോട്ടൊക്കെ പോയി. 100% മാനേജ്മെൻറ്റ് സീറ്റാണ് ആദ്യം കൊടുത്തത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെല്ലാവരും ഒരു സമയത്ത് കർണാടകയിലോട്ട് പഠിക്കാൻ വന്നത്. ഈ കർണാടകയിൽ പഠിക്കാൻ വരികയും കേരളത്തിൽ നിന്നുള്ളവരും കർണാടകത്തിൽ പഠിക്കാൻ പോവുകയും ആ സമയത്ത് IT ബൂം ഉണ്ടാവുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ബൂം ഉണ്ടായ സമയത്ത് ഇതിന് പറ്റിയ എഞ്ചിനീയേഴ്സിനെ ബാംഗ്ലൂർ മാത്രമേ കിട്ടുന്നുള്ളൂ. കേരളത്തിന് സംഭാവന ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഈ പോരായ്മകൾ. കാരണം ഒരു രാജ്യം ബൂം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സ്കിൽഡ് മാൻ പവർ, ടെക്കീസ്, ഈ സാധനം കേരളത്തിലില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ അധികവും എഞ്ചിനീയറിംഗ് കേരളത്തിൽ അഡ്മിഷൻ കൊടുക്കുന്നില്ല. കാരണം ഇത്ര സീറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ് സീറ്റുകൾ മുഴുവനും. ഇതാണ് പറയുന്ന മണ്ടന്മാരും പൊട്ടന്മാരുമാണ് ഈ ഇടതുപക്ഷക്കാർ. അവർക്ക് മനസ്സിലാവുന്നില്ല, ഇന്നും അവർക്ക് മനസ്സിലാകുന്നില്ല എന്തുവാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബൽ. ഇന്നും മനസ്സിലായിട്ടില്ല എന്തുവാ ഈ സാധനമെന്ന്. ഒരു തെളിവ് പറയാം. 1989 ഡെങ് സിയാപിങ് ചൈനയുടെ പ്രസിഡൻ്റായിട്ട് വന്ന ശേഷം അദ്ദേഹം ചെയ്ത ആദ്യത്തെ പരിപാടി എന്തുവാ? അദ്ദേഹം ഈ പറയുന്ന ഫ്രാൻസിലും സിംഗപ്പൂരിലും ജപ്പാനിലൊക്കെ പോയി. അത് കഴിഞ്ഞ് അമേരിക്ക പോയിട്ട് തിരിച്ചു വന്നിട്ട് അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ടൊരു ഡീൽ ഉറപ്പിക്കുകയാണ്.
ആ സമയത്താണ് ഡെങ് സിയാപിങ് അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് പറയുന്നത്, അവിടുത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി പറയുന്നത്, ഈ സിംഗപ്പൂരിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും എല്ലാവരുടെ വീടുകളിലും ഫ്രിഡ്ജുണ്ട്, അവിടെ ആളുകൾക്ക് പട്ടിണിയില്ല, നമ്മളെ പഠിപ്പിച്ചു വെച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകൾ പഠിപ്പിച്ചൊരു തെറ്റാണ് എന്ന് ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ചരിത്രത്തിലുണ്ട്, നിങ്ങളെടുത്ത് വായിച്ചു നോക്കണം. അതിനുശേഷമാണ് ഈ അവിടുന്ന് ആദ്യമായിട്ട് 25 സ്റ്റുഡൻസിനെ ചൈനയിൽ നിന്നും അമേരിക്കയിൽ പഠിക്കാൻ വിടുന്നു. അന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എല്ലാവരും ചോദിച്ചു, 25 പേര് പോയിട്ട് എത്ര പേര് തിരിച്ചു വരും? അന്ന് ഡെങ് സിയാപിങ്ങിൻ്റെ ഉത്തരം, അത് ലോക മാധ്യമങ്ങളും ഈ പറയുന്ന ഒരു വല്ലാത്ത രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെൻട്രൽ കമ്മിറ്റി പറഞ്ഞൊരു കാര്യം, ഇതിനകത്ത് 25 പേരിൽ പോയാൽ അത് 3 പേര് തിരിച്ചു വന്നാലും മതി. പിന്നീട് അവിടെ ഉണ്ടായ മാറ്റമാണ് ലോകത്തെ പോലും ഞെട്ടിച്ചത്. ഈ ചൈനയുടെ പട്ടിണി മാറിയതും ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ എക്കണോമിക് ശക്തിയായിട്ട് മാറിയതും ഡെങ് സിയാപിങ്ങിൻ്റെ കാരണം കൊണ്ടാണ്. ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലും വായിച്ച് മനസ്സിലാക്കുന്നില്ല എന്ത് സംഭവിച്ചു ചൈനയിൽ. ഇതാണ് ഇന്ത്യയിൽ സംഭവിച്ച ലിബറലൈസേഷന് ശേഷം ഇന്ത്യയിലുണ്ടായ മാറ്റം. കാരണം ഇന്ത്യ നട്ടം തെരിയുന്ന സമയത്തിൽ ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാണ് ഈ നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് ലിബറലൈസേഷൻ പോളിസി കൊണ്ടുവരുന്നത്. ഇവിടെ കൂട് മേടിക്കാൻ പണമില്ല, ആ രീതിയിലായിപ്പോയി, അത്രമാത്രം ഗതികേടിലായിപ്പോയി. ഈ റെഡ് ടേപ്പ്, ഇതാണ് ഈ നെഹ്റുവിയൻ പോളിസിയുടെ ഏറ്റവും വലിയ പ്രശ്നം. നെഹ്റുവിയൻ പോളിസി സോഷ്യലിസ്റ്റ് റാഡിക്കൽ എക്കണോമിക് പോളിസിയാണ്. അത് തകർന്ന് നാശമായി. അതുണ്ടാകാനുണ്ടായ കാരണം നെഹ്റു ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു. കാരണം പുതിയ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ്. 70കളിലും 80കളിലും 90ൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ ലോകം മുഴുവനും കമ്മ്യൂണിസം തകരുക. അതിനെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് ലിബറലൈസേഷനെ എതിർത്തു കേരളം, അതേപോലെ അതിനെ എതിർത്തു ബംഗാളിലെ സ്ഥിതി നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അവിടെ ജോലിയില്ലാതായി, ഫാക്ടറികൾ അടച്ചു, അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും ജോലിക്കായിട്ട് പോയി. ഇതൊക്കെയാണ് ചരിത്രം. അപ്പം ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, കേരളത്തിലുണ്ടായിരിക്കുന്നത് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി ഫോറിൻ യൂണിവേഴ്സിറ്റി കേരളത്തിൽ വരണം. അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ, റീസൺ എന്താന്ന്, അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ എന്താ? അതായത് കേരളത്തിൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പിള്ളേരെ കിട്ടത്തില്ല. അപ്പം കേരളത്തിലെ കുട്ടികളില്ലാതാവുകയാണ്, പ്രായമുള്ളവരുണ്ടാകുന്നു. അതായത് ആരാണിപ്പം സ്കൂൾ കുട്ടികൾ പോലും, ഞാൻ പറയുന്ന അടുത്ത പോയിന്റ് വളരെ വാലിഡേറ്റ് ചെയ്യാം. കേരളത്തിലെ സ്കൂളിലെ കുട്ടികളെ പോലും കേരളത്തിലെ മാതാപിതാക്കൾ 5 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ പഠിപ്പിക്കാൻ തയ്യാറാകത്തില്ല. അങ്ങോട്ടാണിത് പോകുന്നത്. അപ്പോൾ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റി വരുന്നു. അപ്പോൾ ഇവിടുത്തെ മന്ത്രിമാരും മറ്റുള്ളവരൊക്കെ വളരെ ഇതായിട്ട് പറയുന്നുണ്ട്, കേരളത്തിലോട്ട് ഇനി വിദ്യാർത്ഥികൾ ഒഴുകും, അതായത് എഡ്യൂക്കേഷൻ ഹബ്ബാകും. ചുമ്മാതാ, ഇതൊന്നും അങ്ങനെ നടക്കാൻ പോകുന്നൊന്നുമില്ല. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിമ്പിൾ അല്ല ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊന്നും. ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി പി രാജീവ് പറയുന്ന കേരളത്തിലങ്ങ് മറിക്കുവാന്നായി. യാഥാർത്ഥ്യം ഒരു മലയാളിയായി എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം, ഇവിടെ ഒരു പുല്ലും നടക്കുന്നില്ല. അപ്പം ഞാൻ അടുത്ത സമയത്ത് കേന്ദ്ര കോമേഴ്സ് മിനിസ്ട്രിയിൽ ഒരു ഉദ്യോഗസ്ഥരുമായി ടെലിഫോണിൽ സംസാരിച്ച് ഞാൻ ചോദിച്ചു, കേരള ഗവൺമെൻറ് പറയുന്നു ഏകദേശം 1 ലക്ഷം കോടിയോളം കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള സത്യം? അതേപോലെ 5 ലക്ഷം തൊഴിലവസരം ഉണ്ടായെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഞാൻ പറയുന്നില്ല, കേരള ഗവൺമെൻറ് ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അവർ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും കണക്കും എടുത്താണ് പറഞ്ഞത്. അപ്പോൾ ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്, കേരള ഗവൺമെൻറ് ഊതിപ്പെരിപ്പിച്ച കുറച്ച് കണക്ക് തന്നു. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി, ഇത്രമാത്രം തൊഴിൽ ഞങ്ങൾ കൊടുത്തു, ഇത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി, ഇത്രമാത്രം തൊഴിൽ ഞങ്ങൾ കൊടുത്തു. ഇത് ഞങ്ങളങ്ങ് പബ്ലിഷ് ചെയ്യും, ഞങ്ങളിത് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റേറ്റല്ലേ പറയുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് മുഴുവനും കള്ളത്തരമാണെന്ന് പറഞ്ഞു. ഈ കേന്ദ്ര കൊമേഴ്സ് മിനിസ്ട്രിയിലുള്ള ആൾ പറഞ്ഞത് ഇത് മുഴുവനും കള്ളത്തരമാണ്.
കേരളത്തിൽ ഇത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ കേരളം ഇതേപോലെ പട്ടിണിയാവുമോ? സിമ്പിൾ ചോദ്യമാണ്. അതായത് ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ് മുഴുവനും പറയുന്നത്. അതേപോലെ പെരിപ്പിച്ച കണക്കുകളാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS ഓഫീസർ, അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു. വളരെ സത്യമായ സംഭവം. ഇത് എല്ലാവരും പറയുന്നതാ. ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാരും മണ്ടന്മാരും അവർ തലയ്ക്കകത്ത് കയറുന്നില്ല. അതായത് 90% മാർക്ക് മേടിക്കുന്ന 10ാം ക്ലാസ്സിലൊരു കുട്ടിക്ക് സ്വന്തമായിട്ട് പേരെഴുതാൻ അറിയത്തില്ല. സത്യമല്ലയോ അത്? കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് യൂണിവേഴ്സിറ്റി കോളേജോ മഹാരാജാസ് കോളേജോ, നിങ്ങൾ കേരളം പറയുന്ന ടോപ്പ് കോളേജ് എടുക്കുക, കൊച്ചിൻ യൂണിവേഴ്സിറ്റി എടുക്കുക. കാരണം ഈ സ്റ്റുഡൻസിനെയൊക്കെ ഞാൻ കണ്ടത്, ഈ പൊട്ടന്മാർക്ക് ഈ അവിടെ പഠിക്കുന്നവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് റിസർച്ച് കഴിഞ്ഞവർക്ക് സ്വന്തമായിട്ട് CV എഴുതാൻ അറിയത്തില്ല. സ്വന്തമായിട്ട് അവരെ പറ്റി ഒരു ഞാൻ പറയട്ടെ, ഇംഗ്ലീഷ് പോട്ടെ, മലയാളം എഴുതാൻ അറിയത്തില്ല. അതാണ് വിദ്യാഭ്യാസം ഉണ്ടാക്കിയത്. ഈ വിദ്യാഭ്യാസത്തിന്റെ കാരണം എന്തുവാ? കേരളത്തിലെ ഈ വരുന്ന അനാവശ്യമായ വിദ്യാർത്ഥി സമരങ്ങൾ, വിദ്യാർത്ഥി യൂണിയൻ, SFI, KSU, ABVP, പിന്നെ അധ്യാപകരുടെ സംഘടനകൾ, അത് വിദ്യാഭ്യാസം എന്തുവാണെന്നുള്ളത് മാറ്റിവെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ശക്തി പ്രകടനങ്ങൾ, അതേപോലെ രക്തപങ്കിലമായ റോഡുകൾ, പ്രകടനങ്ങൾ. എന്താ ഉണ്ടായത്? ഇത് വളരെയധികം പേര് കമ്മ്യൂണിസ്റ്റുകാരോടും നേതാക്കളോടും പറഞ്ഞതാണ്. ഇത് നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന പാർട്ടി ഇതിനകത്ത്, കാരണം പാർട്ടിയുടെ CITU-കാരൻ സിൻഡിക്കേറ്റ് മെമ്പർ, അവനാണ് തീരുമാനിക്കുന്നത് എന്താണ് റിസർച്ചിൻ്റെയും പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സിലബസേ. ആലോചിച്ച് നോക്കുക, ആലോചിച്ച് നോക്കട്ടെ. നിങ്ങൾ ഞാൻ തമാശയായിട്ട് പറയുകയല്ല, ആലോചിച്ച് നോക്കുക. അതായത് ചുമട്ട് എന്ത് തൊഴിലും എടുക്കാം. അത് ഒരു ബോധവുമില്ലാതെ കഷത്തിൽ ഈ ആൾക്കാരെ പറ്റിച്ച് തെണ്ടിച്ച് വൃത്തികേട് കാണിച്ച് കിടക്കുന്ന ഈ കുട്ടി സഖാക്കൾ, അവൻ SSLC പോലും പാസ്സായിട്ടില്ല. പിന്നെ ഇവൻ ജയിക്കുന്നതോ കോപ്പി അടിച്ചാ ജയിക്കുന്നത്, മാർക്ക് തിരുത്തി ജയിക്കും. അവരാണ് സിലബസ് തീരുമാനിക്കുന്നത്. നമുക്ക് ശിവൻകുട്ടി സാറിനെ പറ്റി അറിയാം. അദ്ദേഹമാണ് ഇന്ത്യയിലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണൻ. സ്വന്തമായൊരു വാക്ക് നേരെ ചൊവ്വേ പറയാൻ അയാൾക്ക് അറിയത്തില്ല. ബിന്ദു ടീച്ചറെ അറിയാം, മുഖം കണ്ടാലേ അറിയാം, ഭയങ്കര ബുദ്ധിജീവിയാണെന്നറിയാം. അപ്പം ഇതേപോലെ യൂസ്ലെസ്സിനെയൊക്കെ വെച്ച്, അതേപോലെ കള്ള പേപ്പറും തിരുത്തി സഖാവ് വിദ്യ. നിങ്ങൾ SFI നേതാക്കന്മാർ ഈ ടെലിവിഷനിലൊക്കെ ഇരുന്ന് പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇമാർക്ക് വല്ല ബോധമുണ്ടോ ഈ ലോകത്ത് എന്തുവാ നടക്കുന്നതെന്ന്? യഥാർത്ഥ ഇന്ത്യയിൽ എന്ത് നടക്കുമെന്ന് ഇവർക്ക് വല്ല ബോധമുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് SFI ഓടിച്ചതിൻ്റെ കാരണം എന്തുവാ? കാരണം ഇവന്മാർ ഈ പറയുന്നത് മുഴുവനും പൊട്ടത്തരമാണെന്ന് പുതിയ ജനറേഷനിലെ പിള്ളേർക്ക് തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് ഓടിച്ചു. അവസാനം ഇത് ആകെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അവരെന്താ ചെയ്യുന്നത്? പക്ക ഗുണ്ടകളെ ഉണ്ടാക്കുക. ഈ ഗുണ്ടകൾ വളർന്നാണ് നാളെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിലൊക്കെ പോകേണ്ടത്. ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ട് പറയുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന സംഭവം, ഇപ്പം കേരളത്തിൽ അല്ല ഇന്ത്യയിൽ വിദ്യാർത്ഥി സമരം എന്തിനു വേണ്ടിയാണ്? ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കാൻ സ്കൂളില്ലേ ഉണ്ട്, കോളേജില്ലേ ഉണ്ട്, അധ്യാപകരില്ലേ ഉണ്ട്, ഫീസ് ഇളവില്ലേ ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഫ്രീയുമാണ്. പിന്നെന്തുകൊണ്ടാണ് പിള്ളേരില്ലാത്തത്? അതാണ് കമ്മ്യൂണിസ്റ്റുകാരെ നീ ചെയ്ത ചതി. അതാണ് ഇത് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. ഈ പറയുന്ന ഫോറിൻ യൂണിവേഴ്സിറ്റി ഒന്നും കയറി പെട്ടെന്ന് വരാനും പോകുന്ന നടക്കുന്ന കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരും, പക്ഷേ അവർ വരുമ്പോൾ തന്നെ പ്രശ്നമുള്ളൂ. വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. കാരണം ഈ SFI-കാരന്മാർ നാളെ അവിടെ കയറി പ്രശ്നം ഉണ്ടാക്കും. അതാണ് പ്രശ്നം. അതായത് കേരളത്തിൽ ഇൻഡസ്ട്രി വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഇവിടുത്തെ ട്രേഡ് യൂണിയനെ 2 വർഷം ബ്ലാങ്കറ്റായിട്ട് ബാൻ ചെയ്യുക.
അതേപോലെ കേരളത്തിൻ്റെ ഗവേണൻസ് നല്ലതാകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ യൂണിയനും പരിപാടിയും 2 വർഷം ബ്ലാങ്കറ്റ് ബാൻ ചെയ്യുക. അതേപോലെ തന്നെ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം നന്നാകണമെന്നുണ്ടെങ്കിൽ, മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കണം. ഈ പറയുന്ന യൂണിവേഴ്സിറ്റിക്കാണെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്കാണെങ്കിലും നല്ല ഫാക്കൽറ്റി മെമ്പർ, ഈ പറയുന്ന വിദ്യാർത്ഥി യൂണിയൻ SFI KSU ഈ സാധനത്തെ 2 വർഷം ബാൻ ചെയ്യണം. ഇത് ബാൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും മിടുക്കന്മാരായ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ അവർ വരുത്തൊന്നുമില്ല. കാരണം ഞാൻ ഈ പറയുന്ന പല ഫാക്കൽറ്റി മെമ്പേഴ്സിനും മിടുമിടുക്കന്മാരായ അധ്യാപകരോടൊക്കെ അവർക്കൊന്നും ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല, മലയാളികളാണ്. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളത്തിലെ ഈ കത്തോലിക്ക അച്ഛന്മാർ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ലപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂർ നടത്തുന്നത്. അവർ തന്നെയാണ് ആസാമിലെ ഗുവാഹട്ടിയിലെ ഡോൺ ബോസ്കോ യൂണിവേഴ്സിറ്റി നടത്തുന്നത്, സെൻറ്റ് സേവിയേഴ്സ് യൂണിവേഴ്സിറ്റി നടത്തുന്നത്. മലയാളികൾ അച്ഛന്മാരാണ് നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ അച്ഛന്മാർക്ക് കേരളത്തിൽ അതേപോലെ യൂണിവേഴ്സിറ്റി നടത്താൻ താല്പര്യമില്ലാത്തത്? എന്തുകൊണ്ടാണ് ക്രൈസ്റ്റിലാണെങ്കിൽ ലയോളയാണെങ്കിൽ ഇതേപോലെ വലിയ വലിയ കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ മലയാളികളായ സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതിൻ്റെ കാര്യം എന്തുവാ? ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാർക്ക് അറിയാം എന്താ കാരണം. നിങ്ങൾക്കിത് പഠിപ്പിക്കാനും റൺ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കിത് പറ്റത്തില്ല. ഇത് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ബസ്സിൻ്റെ കണ്ണാടി തല്ലിപ്പൊളിച്ച് നാട്ടുകാരെ ഉപദ്രവിച്ച് അവൻ്റെ നിന്ന് പിടിച്ചു പറിച്ച് പണം മേടിക്കുന്നതല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് ഒരു കാര്യം നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ സമ്മതിച്ച് കാണുമായിരിക്കും. കമ്മ്യൂണിസ്റ്റ് എക്കോണമി ഫെയിലിയറാണ്, കമ്മ്യൂണിസ്റ്റ് വിദ്യാഭ്യാസം ഫെയിലിയറാണ്, കമ്മ്യൂണിസ്റ്റും സോഷ്യോളജി ഫെയിലിയറാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾ അഡ്മിറ്റ് ചെയ്തതിൽ വളരെ നന്ദി.